മലപ്പുറം ചുങ്കത്തറ പഞ്ചായത്ത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകളിൽ ഇടം പിടിക്കുന്നുണ്ട്. ചുങ്കത്തറ പഞ്ചായത്തിലെ കൂറുമാറ്റത്തിന് പിന്നാലെ അവിടെ ഭീഷണി ശബ്ദങ്ങളായിരുന്നു ഉയരുന്നത്. ഈ കൂറുമാറിയ അംഗത്തിന്റെ ഭർത്താവിനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിൽ ഇപ്പോൾ CPM അവരുടെ വിശദീകരണം നൽകുന്നുണ്ട്. സുധീറിനെ CPM ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ വിളിച്ചിട്ടില്ല. സുധീർ അങ്ങോട്ട് വിളിച്ച് ഫോൺ റെക്കോർഡ് ചെയ്തു എന്നാണ് CPMന്റെ ആരോപണം. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ നുസൈബ കൂറുമാറിയതിന് പിന്നാലെ ഉണ്ടായ ഭീഷണി ഫോൺ വിളികളൊക്കെ ഇന്നലെ നമ്മൾ കേട്ടതാണ്. ഇപ്പോൾ CPM എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കുന്നത്? ഈ PV അൻവറിന്റെ പ്രസംഗം, ഭീഷണി പ്രസംഗമൊക്കെ ഏത് തരത്തിൽ ഇതിലേക്ക് നയിച്ചു എന്നാണ് ഇപ്പോൾ CPM വിശദീകരിക്കുന്നത്? ശ്രീജ, കഴിഞ്ഞ ദിവസമാണ് PV അൻവറിന്റെ കൊലവിളി പ്രസംഗത്തിന് ശേഷം കൊലവിളിക്ക് ആസ്പദമായ സംഭവങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞ് CPM നേതാക്കൾ സുധീറിനോട് സംസാരിച്ചതിന്റെ ശബ്ദ സന്ദേശങ്ങൾ പുറത്തു വന്നത്. അതായത് ഇതിന്റെ മറ്റൊരു രാഷ്ട്രീയ കാരണമുണ്ട് എന്നാണ് CPM വിശദീകരിക്കുന്നത്. ഈ ഫോണുകളൊക്കെ തന്നെ സുധീർ അങ്ങോട്ട് വിളിച്ചതാണ് എന്നാണ് CPMന്റെ ഭാഗത്തുനിന്നുള്ള ന്യായീകരണം, പ്രത്യേകിച്ച് ഏരിയ സെക്രട്ടറി സുധീറിന് എതിരായിട്ടുള്ള ആരോപണത്തിൽ. അത് ഈ ഒരു അവിശ്വാസ പ്രമേയം നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഉണ്ടായതാണെന്നും അങ്ങോട്ട് വിളിച്ച് പലതവണ സംസാരിച്ചതിൽ ഇയാൾ പ്രകോപിതമായി സംസാരിച്ച് അൻവറിനൊപ്പം പോകേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അതിന് മറുപടിയായി പറഞ്ഞതാണ് ഈ കാര്യമെന്നുമാണ് CPM വിശദീകരിക്കുന്നത്. അതിൽ ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്താണ് പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് തെറ്റായ ഒരു ഉദ്ദേശം വെച്ചാണ്, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ഇതിൻ്റെ വസ്തുത നിജസ്ഥിതി ഇതാണ് എന്ന് പറഞ്ഞാണ് അവർ ആ ഓഡിയോ സംഭാഷണത്തിൻ്റെ മുഴുവൻ രൂപവും പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് മറ്റൊരു സംഭവവികാസം കൂടി ഉണ്ടായിട്ടുള്ളത്. സുധീർ പുന്നപ്പാല കഴിഞ്ഞ ദിവസം പോലീസിന് ഒരു പരാതിയും നൽകിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജനസേവന കേന്ദ്രം ഒരു കൂട്ടം ആളുകൾ വന്ന് അടിച്ചു തകർത്തിട്ടുണ്ട്. അതും ഈ ഒരു ചുങ്കത്തറയിലെ അവിശ്വാസ പ്രമേയത്തിൻ്റെ വിവാദങ്ങളെ തുടർച്ചയായിട്ടാണ് ഇടതുപക്ഷ പ്രവർത്തകരാണ് അത്തരത്തിലൊരു കൃത്യം ചെയ്തിട്ടുള്ളതെന്ന ഒരു പരാതിയും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും പോലീസിൻ്റെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അത്തരത്തിൽ ഒരു വിവാദങ്ങൾക്ക് പുറമെ മറ്റ് അനുബന്ധ വിവാദങ്ങൾ തുടർച്ചയായി ഉയർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ചുങ്കത്തറയിലുള്ളത്. ചുങ്കത്തറയിലെ CPMന്റെ നിലപാട് ഈ അൻവറിൻ്റെ ഈ ശ്രമങ്ങൾ അത് ഏതു വിധേനയും പ്രതിരോധിക്കുമെന്ന് തന്നെയാണ്. എല്ലാം കൃത്യമായി ആസൂത്രിതമായി ഒരു വളച്ചൊടിക്കുന്ന സ്വഭാവത്തിലാണ് അൻവർ കൈകാര്യം ചെയ്യുന്നത്. അത് ചില മാധ്യമങ്ങളും അതിന് കൂട്ടുനിൽക്കുന്നു എന്ന തരത്തിൽ ഒരു വലിയ ഗുരുതരമായ ആക്ഷേപവും CPMന്റെ ഭാഗത്തു നിന്നും ഉയർന്നിട്ടുണ്ട്. എന്നാണെങ്കിലും ഇത് സംബന്ധിച്ച് കൂടുതൽ പരാതികൾ, കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഇന്നും ഉണ്ടായേക്കും എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. അനുമോദ്, നമുക്ക് ഈ ശബ്ദ സന്ദേശങ്ങളുടെ ഒരു ടോണൊക്കെ കേട്ടാൽ കാര്യങ്ങൾ മനസ്സിലാവും. ഇപ്പോൾ ഇന്നലെ പുറത്തുവിട്ട രണ്ടാമത്തെ ഫോൺ കോളിലൊക്കെ വിവരങ്ങൾ ആരായുകയാണ്. ആ ആരായുന്നതിൻ്റെ കൂടെ ഈ ഭീഷണി സ്വരത്തിലുള്ളതാണ്. അപ്പോൾ ഈ CPM പറയുന്ന കാര്യങ്ങളാണോ ശരി, അതോ സുധീർ പറയുന്നതാണോ ശരി? നമുക്ക് ഈ സന്ദേശങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഇതില് സ്വാഭാവികമായിട്ടും എല്ലാ വിവരങ്ങൾക്കും രണ്ട് വശങ്ങളുണ്ട്. CPMന്റെ ഭാഗത്തുനിന്നും അവർ അത് വിശദീകരിക്കുമ്പോൾ അവരുടെ ഭാഗത്തുള്ള ശരിയായിട്ടും മറുവശത്ത് അവരുടെ ഭാഗത്തുനിന്ന് ന്യായീകരണമായിട്ട് വേണം കരുതാൻ. പക്ഷെ ഇവിടുത്തെ ഒരു ഗ്രൗണ്ടിലെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. കൂറുമാറ്റവും കാലുമാറ്റവും ഒക്കെ രാഷ്ട്രീയത്തിൽ സ്വാഭാവികമാണെന്ന് അൻവറിന്റെ കൂടെയുള്ളവരും വിശദീകരിക്കുമ്പോഴും അതുവരെ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടാകുമെന്ന് ഉറച്ച് നിന്ന് യോഗങ്ങളിൽ പറഞ്ഞ് പാർട്ടിയെ വിശ്വസിപ്പിച്ച ഒരു അംഗമാണ് അവിശ്വാസ പ്രമേയത്തിന്റെ സമയമായപ്പോഴേക്കും ഇടതുപക്ഷത്തിൽ നിന്നും കാലുമാറി UDFനൊപ്പം ചേർന്നിട്ടുള്ളത്. അതൊരു യാഥാർത്ഥ്യമാണ്. രാഷ്ട്രീയത്തിൽ കാലുമാറ്റവും കൂറുമാറ്റവും ഒക്കെ സ്ഥിരമാണ്. അതൊരു അത്ഭുതപ്പെടേണ്ട കാര്യമില്ല, അതിനെ വിമർശിക്കേണ്ട കാര്യമില്ല എന്നെല്ലാം പറയുമ്പോഴും അതുവരെ ഒപ്പം ഉണ്ടായിരുന്ന ഒരാൾ വിശ്വാസം ലംഘിച്ചുകൊണ്ട് മറുവശത്തേക്ക് പോയി എന്നുള്ളത് CPMനെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ്. അതിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രതികരണങ്ങൾ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതിൽ ശരിയും തെറ്റും സ്വാഭാവികമായിട്ടും ഭാഗത്തു നിന്നും അക്രമ സംബന്ധമായ രീതിയിലുള്ള സംഭാഷണങ്ങളും ഭീഷണിപ്പെടുത്തുന്ന തരത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ പുറത്തു വരുന്നതിൽ ഏറിയ പങ്കും അവർ തന്നെ എഡിറ്റ് ചെയ്ത് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് വരുന്നതാണ് എന്നുള്ളൊരു വസ്തുത കൂടിയുണ്ട് സാമൂഹ്യ മാധ്യമങ്ങളുടെ പുറത്തുവിടുന്നത്. അപ്പോൾ അതിൽ ആരുടെ ഭാഗത്താണ് ശരി തെറ്റ് എന്നുള്ളത് നമുക്ക് വിലയിരുത്താൻ കഴിയുകയില്ല. പക്ഷേ അവിടുത്തെ ഒരു വസ്തുതയാണ്, അതുവരെ ഇടതുപക്ഷത്തിനൊപ്പം ഉണ്ടായിരുന്ന ഒരാൾ അവരെ പാർട്ടിയുടെ വിശ്വാസമെല്ലാം ലംഘിച്ചുകൊണ്ട്, വിശ്വാസമെല്ലാം തെറ്റിച്ചുകൊണ്ട്
UDF-നൊപ്പം പോയി എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിനെ UDF-കാർ ന്യായീകരിക്കുന്നുണ്ട്. അതേസമയം അതിനെ നിശ്ചിതമായി വിമർശിക്കാനുള്ള അവകാശം ഇടതുപക്ഷത്തിനുണ്ട്. പക്ഷേ അത് ഭീഷണിയിലേക്കും അക്രമങ്ങളിലേക്കും കയ്യാങ്കളിയിലേക്കും പോകുമ്പോഴാണ് അത് പൊതുജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം തീർക്കുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് എന്തായാലും ചുങ്കത്തറയിലെ സംഭവ വികാസങ്ങൾ അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ലെന്ന് ഉറപ്പാണ്. ഇന്നിപ്പോൾ CPM-ന്റെ വിശദീകരണമാണ് പുറത്തുവരുന്നത്. ഇനി എന്താണ് അവിടെ സംഭവിക്കുക എന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം.